എന്നോട് പറയും ഇന്ന് ഭക്ഷണം കൊണ്ടുവരും, നാളെ കൊണ്ടുവരും എന്നൊക്കെ പറയും. അവിടെ ഞങ്ങളും ചെന്ന് ഭക്ഷണമെല്ലാം വാങ്ങി ഞങ്ങൾ നല്ല സന്തോഷത്തോടെ ഇത് വാങ്ങി കഴിച്ചു. അങ്ങനത്തെ പരിചയമാണ് ഈ മോനുമായിട്ട്. മറ്റുള്ളവരെ കരുതുന്നതിലും ഞങ്ങളെ, എൻ്റെ മോനെ കരുതി, ആ കരുതല് ഇവിടം വരെ എത്തി. എനിക്ക് എൻ്റെ മോൻ നഷ്ടപ്പെട്ടു, അന്ന് ഈ മോന് വരാൻ കഴിഞ്ഞില്ല. എങ്കിലും പിന്നെ എൻ്റെ വിവരമെല്ലാം തിരക്കിയപ്പോൾ എനിക്കൊരു തയ്യൽ മെഷീൻ, എനിക്ക് തയ്ക്കാൻ അറിയാം, പക്ഷെ എനിക്കൊരു മെഷീൻ ഉണ്ടായിരുന്നതെല്ലാം പോയി, തയ്ക്കത്തില്ലാതായിപ്പോയി. അപ്പോൾ പറഞ്ഞ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനൊരു പുതിയ തയ്യൽ മെഷീൻ അമ്മയ്ക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ഇന്ന് അതെനിക്ക് ഇവിടെ കൊണ്ടു തരുവാൻ ഈ മകന് നല്ല മനസ്സ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പം കഴിഞ്ഞ ദിവസം ഒരമ്മ ഒരു മിഷൻ വേണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ആ അമ്മയെന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയറിൽ മകനെയും കൊണ്ട് ചികിത്സയിൽ കഴിഞ്ഞാണ്. ക്യാൻസർ വന്ന് അകില് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും നേരിട്ടപ്പോൾ തന്നെ അവർക്കൊരു തയ്യൽ മെഷീനായാലും കിട്ടുവാണെങ്കിൽ തയ്ച്ചെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ മിഷനുമായിട്ട് പോകുന്ന ഒരു വിളിച്ചിട്ടുള്ളൂ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കണ്ണാടിച്ചാലിൽ അഖിലിൻ്റെ വീട്ടിലാണ്. ഇത് അഖിലിൻ്റെ അമ്മ, ഇത് അച്ഛൻ. ഇവർ രണ്ടുപേരെ ഞാൻ കൂടുതൽ കാണുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻസർ പാലിയേറ്റീവ് കെയറിൽ വെച്ചാണ്. ഈ മകൻ ആശുപത്രി കിടക്കുന്ന സമയത്താണ് ഞാൻ ഈ അമ്മയും അച്ഛനെ പരിചയപ്പെടാനിടയായത്. കുറേ ദിവസങ്ങളോളം ഈ അമ്മയും അച്ഛനും ആ മകനെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വിധി അമ്മനെ എന്നാ പറയുന്നത്, പറയാൻ നമുക്ക് വാക്കുകളില്ല. പക്ഷേ ഇവരെ ജീവിതം കൈപിടിച്ചുയർത്തേണ്ട ആ മകൻ നഷ്ടപ്പെട്ടപ്പോൾ ആ മകൻ്റെ സ്ഥാനത്തൊന്ന് ഞാനിപ്പോൾ ഒരു അമ്മയ്ക്ക് ജീവിക്കാൻ വേണ്ടി, അമ്മയ്ക്കൊരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇനിയെങ്കിലും അമ്മ ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ജീവിക്കാൻ വേണ്ടി ഒരു മിഷൻ ചില പ്രവാസി സുഹൃത്തിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ ഏൽപ്പിക്കുകയാണ്. അമ്മ ഇനി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അമ്മയുടെ മകൻ്റെ സ്ഥാനത്ത് ഞങ്ങളുടെ എന്തായാലും ഈ അവസരത്തിൽ സഹായിച്ച എല്ലാവർക്കും നന്ദി. ഈ മിഷനുമായിട്ട് കുറച്ച് ദിവസമായി അമ്മയ്ക്ക് സുഖമില്ലാക്കി ഇരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു അവസരത്തിൽ സഹായിക്കാൻ സന്മനസ് കാണിച്ച എല്ലാവർക്കും നന്ദി. ഈ അമ്മയ്ക്ക് അച്ഛനും ഒരു മകൻ്റെ സ്ഥാനത്തിന് ഞാനും ഉണ്ടാവും, ഞങ്ങളുണ്ടാവും. പിന്നെ ഞങ്ങളൊരു കുഞ്ഞ് കട തുടങ്ങിയായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ലാഭം ഈ അമ്മ ഞങ്ങൾ ഈ സമയത്ത് ഏൽപ്പിക്കണം.